ഹലോ ഫ്രണ്ട്സ്, നമ്മളിതിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ എങ്ങനെയാണ് കെംസ്കെച്ച് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നതെന്നും എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും കണ്ടു. ഇന്നത്തെ വീഡിയോയിൽ കെംസ്കെച്ച് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. കെംസ്കെച്ച് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന ഇൻ്റർഫേസാണിത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കുറേ ഐക്കൺസ് കാണാം, ഇൻക്ലൂഡിങ് കുറേ എലമെൻസിൻ്റെ സിമ്പലും കാണാം. അതുപോലെ റൈറ്റ് സൈഡിൽ കുറേ മോളിക്യൂൾസിൻ്റെ സ്ട്രക്ചറും അതുപോലെ റാഡിക്കൽസിൻ്റെ ഐക്കൺസും കാണാം. ഉദാഹരണമായിട്ട് ഇത് ബെൻസീൻ്റെ സ്ട്രക്ചറാണ്. ബെൻസീനിൽ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്ക് ബെൻസീൻ്റെ സ്ട്രക്ചർ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം, എങ്ങനെയാണ് നമുക്കിത് ഉപയോഗപ്പെടുത്തുന്നത് നോക്കാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇതിൻ്റെ ഈ ഇൻ്റർഫേസിൻ്റെ ഏറ്റവും ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കുറേ ഐക്കൺസ് കാണാം, കൂടാതെ കുറേ എലമെൻസിൻ്റെ സിമ്പിൾസും കാണാം. അതിൽ ടോപ്പിൽ കാണുന്ന ഒരു ഐക്കണാണ് പീരിയഡിക് ടേബിളിൻ്റെ ഐക്കൺ. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ പീരിയഡിക് ടേബിൾ വരും. ഇതാണ് പീരിയഡിക് ടേബിൾ. ഇതിൽ ജസ്റ്റ് കളറേഷൻ ക്ലിക്ക് ചെയ്ത് നമ്മൾ ക്ലാസിക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസിക് പീരിയഡിക് ടേബിൾ നമുക്ക് കിട്ടും. ഇത് എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക് എന്നുള്ള തരത്തിൽ ഉള്ള ക്ലാസിക് പീരിയഡിക് ടേബിളാണ്. അപ്പോൾ ഇതിൽ ഉദാഹരണമായിട്ട് നമുക്ക് കാണാം ഹൈഡ്രജൻ 1s ബ്ലോക്കിൽ പെടുന്ന എലമെൻ്റാണ് ഹൈഡ്രജനും അതുപോലെ ഹീലിയവും. അത് രണ്ടും വളരെ ലൈറ്റായിട്ടുള്ള ഗ്രീൻ കളറിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഹൈഡ്രജൻ 1s ബ്ലോക്കാണ്, ഹീലിയം 1s ബ്ലോക്കാണ്. അതുപോലെ ബാക്കിയുള്ള എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് 1s ബ്ലോക്കിൽ വരുന്ന എസ് ബ്ലോക്കിൽ വരുന്ന ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും, ലിത്യം തൊട്ട് ഫ്രാൻഷ്യം വരെയുള്ളതും അതുപോലെ ബെർലിയം തൊട്ട് റേഡിയം വരെയുള്ള ആൽക്കലൈൻ എർത്ത് മെറ്റൽസും എസ് ബ്ലോക്കിൽ പെടുന്നതാണ്. അതൊരു ഡാർക്ക് നീല കളറിലാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ പി ബ്ലോക്ക് എലമെൻറ്റ്സ് ഗ്രീൻ കളറിൽ കാണിച്ചായിട്ട് കാണാം. ബോറോൺ ടു നിയോൺ, അലൂമിനിയം ടു ആർഗൺ, അങ്ങനെ ഈ ഡാർക്ക് ഗ്രീനിൽ കാണിച്ചിരിക്കുന്നതൊക്കെ പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണെന്ന് കാണാം. അതുപോലെ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആണ്, അതൊക്കെ റെഡ് കളറിൽ കാണിച്ചിട്ടുണ്ട്. എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് അഥവാ ലാന്തനൈഡ്സും ആക്ടിനൈഡ്സും ഈ പിങ്ക് കളറിൽ താഴെ വാർത്തനായിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ബ്ലോക്കുകളുടെ അടിസ്ഥാനത്തിൽ എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക് എന്നുള്ള തലത്തിൽ വ്യത്യസ്ത കളറിൽ ഇത് കാണിച്ചിരിക്കുന്നു. ഇതിനെ ക്ലാസിക് പീരിയഡിക് ടേബിൾ എന്ന് പറയാം. ഇനി ഇതിൻ്റെ നാച്ചർ ഓഫ് എക്സിസ്റ്റൻസ്, ഗ്യാസ് ആണോ ലിക്വിഡ് ആണോ സോളിഡ് ആണോ എന്നതിനനുസരിച്ച് ആഗ്രിഗേഷൻ സ്റ്റേറ്റ് എന്ന കാണിക്കുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ്, ലിക്വിഡ്, സോളിഡ് എന്നുള്ള തലത്തിൽ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം വളരെ ലൈറ്റ് ബ്ലൂവിൽ കാണിച്ചിരിക്കുന്ന ഹൈഡ്രജൻ, അതുപോലെ നോബിൾ ഗ്യാസുകൾ ഫ്ലോറിൻ, ക്ലോറിൻ, ഓക്സിജൻ, നൈട്രജൻ, ഈ ലൈറ്റ് നീലയിൽ കാണിച്ചിരിക്കുന്ന എല്ലാ എലമെൻസും ഗ്യാസാണെന്ന് കാണാം. അതുപോലെ ലിക്വിഡായിട്ട് നിൽക്കുന്ന എലമെൻറ്റ്സ് കുറച്ചുകൂടി ഡാർക്ക് ബ്ലൂവിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ 2 എലമെൻ്റാണ് ആ കൂട്ടത്തിലുള്ളത്. ഒന്ന് മെർക്കുറി, ട്രാൻസിഷൻ എലമെൻ്റ് ആണെങ്കിൽ ലിക്വിഡാണെന്ന് നമുക്കറിയാം. ദെൻ ബ്രോമിൻ, ഇത് രണ്ടും ലിക്വിഡാണ്, അത് ഡാർക്ക് നീലയിൽ കാണിച്ചിട്ടുണ്ട്. ദെൻ സോളിഡ്സൊക്കെ ഒരു ഡാർക്ക് ഗ്രേ കളറിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഡാർക്ക് ഗ്രേയിൽ കാണിച്ചിരിക്കുന്നതൊക്കെ സോളിഡാണെന്ന് കാണാം. അങ്ങനെ ആഗ്രിഗേഷൻ സ്റ്റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അഥവാ നേച്ചർ ഓഫ് എക്സിസ്റ്റൻസിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിൽ സോളിഡാണോ ലിക്വിഡാണോ ഗ്യാസാണോ എന്ന് നമുക്ക് ഈ പീരിയഡിക് ടേബിൾ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ മെറ്റൽസ്, നോൺ മെറ്റൽസ് എന്നുള്ള അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഈ ഡാർക്ക് ഗ്രേയിൽ കാണുന്നതൊക്കെ മെറ്റൽസും യെലോയിൽ കാണിച്ചിരിക്കുന്നതൊക്കെ നോൺ മെറ്റൽസും ആണെന്നും കാണും. ഇനി നമുക്ക് റേഡിയോ ആക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന പീരിയഡിക് ടേബിളാണിത്. കളറ് കാണിച്ചിരിക്കുന്നത് ഈ പീരിയഡിക് ടേബിളിൽ എന്ന് കാണാം. ഇതിൽ ഗ്രീനിൽ കാണിക്കുന്നതൊക്കെ റേഡിയോ ആക്റ്റീവ് ആയിരിക്കും, അതുപോലെ ബാക്കിയുള്ളതൊക്കെ നോൺ റേഡിയോ ആക്റ്റീവ് ആയിരിക്കും. നമുക്ക് കാണാം ടെക്നീഷ്യം,
ട്രാൻസിഷൻ എലമെൻസിൻ്റെ കൂട്ടത്തിൽ ടെക്നീഷ്യം, അതുപോലെ ഈ കാണിക്കുന്ന എലമെൻസൊക്കെ റേഡിയോ ആക്റ്റീവാണ്. ലാന്തനൈഡ്സിലും ആക്റ്റിനൈഡ്സിലും റേഡിയോ ആക്റ്റീവായിട്ടുള്ള എലമെൻസുകളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഗ്രീനിൽ കാണിക്കുന്നതൊക്കെ റേഡിയോ ആക്റ്റീവും അല്ലാത്തതൊക്കെ നോൺ റേഡിയോ ആക്റ്റീവാണെന്ന് നമുക്ക് കാണാം. ഓക്കെ, ഇനി ഇതിൻ്റെ മാസ്, നമുക്ക് ഏതെങ്കിലും എലമെൻറ്റിൻ്റെ മാസ് നമുക്ക് കാണണമെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മാസ് ഇവിടെ കാണാം. ഹൈഡ്രോജൻ ആറ്റമിക് നമ്പർ 1 മാസ് 1.008 എന്നാണ്. വാലൻസി കാണിച്ചിട്ടുണ്ട്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണിച്ചിട്ടുണ്ട്, കൃത്യമായ ഐസോടോപ്പിക് റേഷ്യോയുടെ അടിസ്ഥാനത്തിലുള്ള മാസ് കാണിച്ചിട്ടുണ്ട്. പ്രോട്ടിയം ആറ്റമിക് നമ്പർ മാസ് നമ്പർ 1 എന്നുള്ളത് 99.98% എന്ന് കാണാം. അതിന് മാസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഡ്യൂട്ടീരിയം, ട്രിഷ്യം ഇവയുടെയൊക്കെ മാസും അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് അബണ്ടൻസും ഇവിടെ കാണിച്ചിട്ടുണ്ടെന്നാണ്. ഇങ്ങനെ ഓരോന്ന് നമുക്ക് ഏത് എലമെൻറ്റാണ് വേണ്ടത് അതിൻ്റെ മാസും ഈ പെർസെൻറ്റേജ് ഓഫ് അബണ്ടൻസും ഒക്കെ നമുക്ക് ഇതിൽ നിന്നും ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, അതാണ് പീരിയഡിക് ടേബിളിൻ്റെ ഇതിൽ കാണിച്ചിരിക്കുന്നതിൻ്റെ ഉപയോഗം. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഈ വലതുഭാഗത്തുള്ള ഐക്കൺസ് ഒന്ന് പരിചയപ്പെടാം. ആദ്യം അതിൽ ബെൻസീൻ്റെ സ്ട്രക്ചർ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബെൻസീൻ്റെ സ്ട്രക്ചർ കിട്ടി. ഇനി നമുക്ക് ബെൻസീനിൽ നൈട്രോ ബെൻസീൻ ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആ ബെൻസീൻ്റെ അതിന് ഈ നൈട്രോ ഗ്രൂപ്പിൻ്റെ ആ റാഡിക്കൽസിൻ്റെ നൈട്രോ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നൈട്രോ ബെൻസീനായിട്ട് മാറും. ഓക്കെ, നമുക്ക് അതിനെ കാർബോക്സിലിക് ആസിഡ് മെറ്റാപോസിഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ കാർബോക്സിലിക് ആസിഡിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ കാർബോക്സിലിക് ആസിഡ് എന്നാണ് അതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കൊണ്ടുവച്ചിട്ട് ഇവിടെ ജസ്റ്റ് ഇവിടെ ടച്ച് ചെയ്തിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാർബോക്സിലിക് ആസിഡ് ഇവിടെ അറ്റാച്ച് ചെയ്ത് വരും. അപ്പോൾ ഇറ്റ് ഈസ് മെറ്റാ നൈട്രോ ബെൻസോയിക് ആസിഡ്, മെറ്റാ നൈട്രോ ബെൻസോയിക് ആസിഡ്. ഇതിൻ്റെ പേര് നമുക്ക് പിന്നെ മനസ്സിലാക്കണമെങ്കിൽ ഇതാണ് ജനറേറ്റ് നെയിം ഫോർ സ്ട്രക്ചർ എന്നിവിടെ കാണാം. ഞാൻ അതിലേക്ക് വരാം. ജനറേറ്റ് നെയിം ഫോർ സ്ട്രക്ചർ, അതിലേക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ വന്നു. 3 നൈട്രോ ബെൻസോയിക് ആസിഡ്, 3 നൈട്രോ ബെൻസോയിക് ആസിഡ്. ഇത് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ എക്സ്ട്രീം റൈറ്റിലുള്ള ലെഫ്റ്റിലുള്ള ഈ ഒരു ഐക്കണിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എവിടെയെങ്കിലും വേറെ സ്ഥലത്തേക്ക് മാറ്റണമെങ്കിൽ ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ച് ഏത് ഭാഗത്തും നമുക്കത് മാറ്റുകയും ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിതിനെ ഇറേസ് ചെയ്ത് കളയണമെങ്കിൽ അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡിലീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടും. അതിൽ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ ഒഴിവാക്കി കളയാം. ഇനി അഥവാ അത് നമുക്ക് മായ്ച്ചു കളയാം അല്ലെങ്കിൽ ഇറേസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അതിനെ എന്ത് ചെയ്യുക, ആദ്യം സെലക്ട് ചെയ്യാം. ഈ സെലക്ട് ബട്ടൺ ഉപയോഗിച്ച് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ ഒരു ഐക്കൺ, ഇത് ഡിലീറ്റ് ചെയ്യാനുള്ള ഐക്കണാണ്, അതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് പോകും. ഇങ്ങനെ നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താം. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഞാൻ ബെൻസീൻ്റെ കേസ് മാത്രമാണ് പറഞ്ഞുള്ളൂ. അങ്ങനെ ഏത് സ്ട്രക്ചറും നമുക്ക് ഈ സൈഡിലുള്ള ഐക്കൺസിൽ കാണുന്ന സ്ട്രക്ചറൊക്കെ നമുക്ക് ഇതേപോലെ ക്ലിക്ക് ചെയ്തെടുത്തിട്ട് ഈ മെയിൻ ഇൻ്റർഫേസിലേക്ക് കൊണ്ടുവെക്കാവുന്നതാണ്. അതുപോലെ ഇതിൽ നമ്മളിപ്പോൾ ടെർഷറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഇവിടെ വെക്കുക. ടെർഷറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് ഇറ്റ് ഈസ് ടെർഷറി ബ്യൂട്ടൈൽ സൈക്ലോഹെക്സൈൻ, ടെർഷറി ബ്യൂട്ടൈൽ സൈക്ലോഹെക്സൈൻ. ഇനി ബെൻസീനിൽ തന്നെ ഇനി അഥവാ സൈക്ലോ പെൻറ്റാഡൈൻ, ഇറ്റ് ഈസ് സൈക്ലോ പെൻറ്റാഡൈൻ. അതിൽ നമുക്കൊരു നൈട്രോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അവിടെ കൊണ്ടുവച്ചിട്ട് ക്ലിക്ക് ചെയ്താൽ നൈട്രോ സൈക്ലോ പെൻറ്റാഡൈനായി. ഓക്കെ, ഇങ്ങനെ ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്ത് മെയിൻ ഇൻ്റർഫേസിൽ കൊണ്ടുവച്ചിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന സ്ട്രക്ചർ കിട്ടും. ഇതാണ് ഒരു മെത്തേഡ്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് ബെൻസീൻ സൾഫോണിക് ആസിഡ് വേണം എന്നുണ്ടെങ്കിൽ ബെൻസീനിൽ ക്ലിക്ക് ചെയ്ത് ബെൻസീൻ എടുത്തു. സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ജസ്റ്റ് ഇവിടെ കൊണ്ടുവെക്കുക. ഇറ്റ് ഈസ് ബെൻസീൻ സൾഫോണിക് ആസിഡ്. ഇനി അതിനെ സെലക്ട് ചെയ്യാനുള്ള ടൂളാണിത്. സെലക്ട് ചെയ്യുക. നമുക്ക് മൂവ് ചെയ്യുക വേണമെങ്കിൽ ഇതിനെടുത്തിട്ട് നമുക്ക് വേറെ ഒരു പൊസിഷനിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അത് ഇപ്പുറത്തേക്ക് മാറ്റാം. ഏത് വശത്തേക്കും നമുക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ നമുക്ക് ഈ റൈറ്റ് സൈഡിലുള്ള എന്താ പറയുക, ഈ ഐക്കൺസ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്കത് ഉപയോഗപ്പെടുത്താം. അതിൽ ക്ലിക്ക് ചെയ്ത് അതിലുള്ള റാഡിക്കൽസ്, ആവശ്യമുള്ള റാഡിക്കൽസും ഇവിടെ
നമുക്കുണ്ട്, അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് അസറ്റ് ഓഫ് ഫിനോൺ വേണമെങ്കിൽ ബെൻസീൻ ആദ്യം ക്ലിക്ക് ചെയ്ത് COCH3 ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്, അത് ജസ്റ്റ് ഇവിടെ ടച്ച് ചെയ്ത് കാണിച്ച് ഇറ്റ് ഈസ് അസറ്റ് ഓഫ് ഫിനോൺ. അതിൻ്റെ പേര് ആക്ച്വലായിട്ട് നോമൻക്ലാച്ചർ നമുക്ക് വേണമെങ്കിൽ അതൊന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ ജനറേറ്റ് നെയിം ഫോർ സ്ട്രക്ചർ എന്നുള്ളത് കാണാം. അത് ഇറ്റ് ഈസ് 1-phenyl ethane 1-on 1-phenyl ethanol ആണ്. എത്തനോൺ ഇറ്റ് ഈസ് ദ IUPAC നെയിം 1-phenyl ethanol, അഥവാ നമ്മൾ കോമൺ നെയിമായിട്ട് അസറ്റ് ഓഫ് ഫിനോൺ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇത് നമുക്ക് ഇറേസ് ചെയ്ത് കളയാം, അല്ല ഇത് കംപ്ലീറ്റ് സെലക്ട് ചെയ്യാം. പിന്നെ മൊത്തം സെലക്ട് ചെയ്ത് നമ്മൾ ഏതെങ്കിലും ഒന്നിൽ കൊണ്ടുവച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവനായിട്ട് ഡിലീറ്റ് ചെയ്ത് പോകും. ഇനി നമ്മൾ ഇതിൻ്റെ മേലെയുള്ള ടൂൾ ബാറുകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം, എന്തൊക്കെയാണ് നമുക്ക് അതിൻ്റെ ഉപയോഗം എന്ന് നോക്കാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെലക്ട് ബട്ടണാണിത്. ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനും റീസൈസ് ചെയ്യാനൊക്കെ ഉള്ള ബട്ടണാണിത്. ഉദാഹരണമായിട്ട് ഞാനിവിടുന്ന് കാർബൺ അടിച്ചിട്ട് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഈത്തൈൻ, ഇറ്റ് ഈസ് പ്രൊപ്പൈൻ, ഞാനത് ആ മോളിക്യൂൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൽ കണ്ട സെലക്ട്, റൊട്ടേറ്റ്, റീസൈസ്. അപ്പോൾ നമുക്കതിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. മോളിക്യൂൾ ഏത് വശത്തേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് റൊട്ടേറ്റ് ബട്ടണിൻ്റെ പ്രത്യേകത. ഓക്കെ, ദെൻ തൊട്ടടുത്ത് 3D റൊട്ടേഷൻ ഉണ്ട്. ഇതിനെ തന്നെ നമുക്ക് 3D ആയിട്ട് റൊട്ടേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാം 3D റൊട്ടേഷൻ. 3D റൊട്ടേഷൻ സാധ്യമാവും. ഓക്കെ, 3D റൊട്ടേഷൻ. ഇനി അടുത്തത് സെലക്ട് ബട്ടണാണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്, ഇങ്ങനെ സെലക്ട് ചെയ്യാം. അടുത്തത് നോക്കാം, നമുക്ക് നോർമൽ സ്ട്രക്ചർ വരയ്ക്കാനുള്ളൊരു ടൂളാണിത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമലായിട്ടുള്ള സ്ട്രക്ചർ, ഇറ്റ് ഈസ് ബ്യൂട്ടൈൻ, അത് വരക്കാം. ഇനി അടുത്തത് കണ്ടിന്യൂസ് നമുക്കത്ര അത്യാവശ്യമുള്ളതല്ല. അടുത്തത് ഡ്രോ ചെയിൻ വരക്കണമെങ്കിൽ, കാർബൺ ചെയിൻ വരക്കണമെങ്കിൽ നമുക്ക് ചെയിൻ്റെ ലെങ്ത്തിനനുസരിച്ച് ഹോൾഡ് ചെയ്ത് നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ മാർക്ക് ചെയ്ത് കാണിക്കും. ഇപ്പോൾ C18 എത്തി ഞാനിവിടെ, C19 ഇതിങ്ങനെ കാണിക്കുന്നുണ്ട്. C20 ആ അറ്റത്ത് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിച്ച അറ്റത്ത് എത്ര കാർബൺ ആയിട്ടുണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ C21 ആണിത്. മൊത്തം 21 കാർബൺ ആറ്റമുള്ള ഒരു മോളിക്യൂളായത്. ഞാൻ ജസ്റ്റ് ചെറുത് വരച്ച് നോക്കിയാലും നിങ്ങൾക്ക് കാണാം. ഇവിടെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഞാനിവിടെ കാണിക്കുന്നത് 5 കാർബൺ എന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇറ്റ് ഈസ് നോർമൽ പെൻറ്റൈൻ്റെ സ്ട്രക്ചറാണ്. അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ച് ചെയിൻ്റെ ടൂളിലേക്കൊന്ന് ഹോൾഡ് ചെയ്ത് നമ്മൾ വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എത്ര എണ്ണം കാർബൺ അടങ്ങിയ ചെയിനാണ് നമുക്ക് ആവശ്യമുള്ളത് അത് നമുക്ക് കിട്ടും. ഇനി തൊട്ടിപ്പുറം നോക്കുക, നിങ്ങൾ സ്റ്റീരിയോ ബോൺഡ്സ് ആണ്. ഇപ്പോൾ വെഡ്ജ്, തിക്ക് വെഡ്ജ്, ഡാഷ് വെഡ്ജ് അങ്ങനെയുള്ള. ഇപ്പോൾ തിക്ക് വെഡ്ജ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ജസ്റ്റ് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിക്ക് വെഡ്ജിൽ ആ മീഥൈൻ വന്നു. ഇനി നമുക്ക് ആ മീഥൈൻ, ഈ ഗ്രൂപ്പിനെ നമുക്ക് ക്ലോറിനാക്കിയ വേണ്ടതെങ്കിൽ ക്ലോറിനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഈ മീഥൈൽ ഗ്രൂപ്പിൻ്റെ അവിടെ ക്ലോറിൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, ആ ഒരു മോളിക്യൂൾ കിട്ടി. ഇത് നമുക്കറിയാം, ഇതൊരു സ്റ്റീരിയോ ഐസോമറാണ്. ഈ കാർബൺ ആറ്റം സ്റ്റീരിയോ സെൻറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ നോമൻക്ലാച്ചർ R&S എന്ന് ഇവിടെ കാണാം. R&S ഇവിടെ കാണാം. അതുകൂടാതെ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജനറേറ്റ് നെയിം എന്നുള്ള നിലയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് R ആണോ S ആണോ എന്ന് ഇവിടെ കൃത്യമായി പറഞ്ഞു തരും. ഇറ്റ് ഈസ് 2R2-chlorobutane എന്ന് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇതിൻ്റെ S കോൺഫിഗറേഷനാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മളിപ്പോൾ അതിനെ ഡിലീറ്റ് ചെയ്തു. അതിന് വെഡ്ജിൽ നമ്മൾ ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ആദ്യം സെലക്ട് ചെയ്യണം. അതിന് മുമ്പ് ഈ നെയിം ഒന്ന് ഡിലീറ്റ് ചെയ്യാം.
ദെൻ സെലക്ട് ചെയ്യാം. ഈ മോളിക്യൂൾ ഞാൻ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ അതിൻ്റെ ജനറേറ്റ് നെയിം ഫോർ സ്ട്രക്ചർ എന്നുള്ള ഈ ഐക്കണിൽ ഇവിടെ ഉണ്ട്, ഐക്കൺ കാണാൻ നിങ്ങൾക്ക്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇത് കാണാം. 2SI, 6SI വെഡ്ജാകുമ്പോഴേക്ക് SI, 2S 2 ക്ലോറോ ബ്യൂട്ടൈൻ എന്ന് കാണാം. അങ്ങനെ നമുക്ക് സ്റ്റീരിയോ ഐസോമറിൻ്റെ പേരടക്കം അല്ലെങ്കിൽ സ്റ്റീരിയോ ഐസോമർ ക്രിയേറ്റ് ചെയ്യാനും നമുക്കിത് ഉപയോഗിക്കാം. ഓക്കെ, അത് വേറൊരു ഉപയോഗമാണ്. ഇനി കോർഡിനേറ്റ് ബോണ്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ആരോ മാർക്കുണ്ട്. പിന്നെ സ്റ്റീരിയോ ബോണ്ട്സ് കൃത്യമായിട്ട് RS ഐഡൻറ്റിഫൈ ചെയ്യാത്തതാണെങ്കിൽ നമുക്ക് ഈ ഒരു ഐക്കൺ ഉപയോഗിച്ച് ചെയ്യാം. കൂടാതെ നമുക്ക് റിയാക്ഷനിലുള്ള പ്ലസ്, ഏറോ, ഡെൽറ്റ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പ്ലസ്, ഒരു റിയാക്ഷന് പ്ലസ് ചെയ്യണമെങ്കിൽ അത് അതിൻ്റെ ഏറോ ഉണ്ട് തൊട്ടിപ്പുറം. ഏറോ ചെയ്യണമെങ്കിൽ നമുക്ക് ഏറോ ഉപയോഗിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി അടുത്തത് നമുക്ക് ഉപയോഗമുള്ളത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. നമ്മളൊരു മോളിക്യൂള് വരച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു മോളിക്യൂള് നമ്മൾ വരച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇറ്റ് ഈസ് നോർമൽ ബ്യൂട്ടൈൻ. പക്ഷേ ഇതിൻ്റെ ബോണ്ടൊക്കെ ഞാൻ കൃത്യമായിട്ടല്ല വരച്ചത്. ഒന്ന് കുറേ നീളത്തിലും ഒന്ന് ചെറുതായിട്ടൊക്കെയാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ക്ലീൻ സ്ട്രക്ചർ, നോർമൽ ബ്യൂട്ടൈൻ്റെ ക്ലിയർ ആയിട്ടുള്ള സ്ട്രക്ചർ, ക്ലീൻ ആയിട്ടുള്ള സ്ട്രക്ചർ നമുക്ക് കിട്ടണമെങ്കിൽ അത് ആദ്യം ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ബട്ടൺ ഉപയോഗിച്ച് സെലക്ട് ചെയ്യാം. ഇവിടെ ഒരു ഐക്കൺ ഉണ്ട്, ക്ലീൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഐക്കൺ. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള എല്ലാ ബോണ്ടും ഒരുപോലെ ആയി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇറ്റ് ഈസ് നോർമൽ ബ്യൂട്ടൈൻ. നോർമൽ ബ്യൂട്ടൈൻ്റെ ശരിയായ സ്ട്രക്ചർ നമുക്ക് കിട്ടി. ഓക്കെ, ഇവിടെ എല്ലാ കാർബൺ ബോണ്ടും ഒരേ പോലെയാണെന്ന് കാണാം. ഒന്ന് കൂടുതൽ നീളത്തിലും മറ്റത് ചെറുതായിട്ടൊന്നുമല്ല കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ വരച്ചുവെങ്കിലും അത് ക്ലീൻ സ്ട്രക്ചർ ഉപയോഗിച്ച് ആദ്യം സെലക്ട് ചെയ്തതിന് ശേഷം ക്ലീൻ സ്ട്രക്ചർ എന്നുള്ളത് ഉപയോഗിച്ച്, ഐക്കൺ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ കൃത്യമായിട്ട് വരച്ചു കൊണ്ടുവരാം. ഇതാണ് മറ്റൊരു ഉപയോഗം. ഓക്കെ, പിന്നെ ഇതിലൂടെ നമ്മൾ ഓരോന്നായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ബയോ സീക്വൻസ് ടൂള് അത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. എങ്കിലും ഇതിലൂടെ ബയോ സീക്വൻസിലെ സ്റ്റാൻഡേർഡ് ആസിഡ്സ്, അമിനോ ആസിഡ്സ്, അതുപോലെ അങ്ങനെയുള്ള കുറേ സ്ട്രക്ചേഴ്സാണ്. അത് നമുക്ക് അത്യാവശ്യമില്ല. ബയോമോളിക്യൂൾസിൻ്റെ സ്ട്രക്ചറുകൾ ഇവിടെ വരും. ഏതാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് എ അടിച്ച് ഇവിടെ സ്റ്റാൻഡേർഡ് ആസിഡ്സ്, അമിനോ ആസിഡ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിലിപ്പോൾ എ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ അവിടെ ഇറ്റ് ഈസ് അലനിൻ എന്ന് കാണാം, ഇറ്റ് ഈസ് സൈറ്റോസിൻ, ഇറ്റ് ഈസ് ആസ്പാർട്ടിക് ആസിഡ്, ഇറ്റ് ഈസ് ഗ്ലൂട്ടാമിക് ആസിഡ്. അങ്ങനെ ഓരോന്നിൻ്റെയും സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ നമുക്കിതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടിവിടെ കാണാൻ പറ്റും. ഓക്കെ, ദെൻ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബയോ സീക്വൻസ് ടൂൾ എന്ന പേരിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് അതാണ്. ഇനി നിങ്ങൾ മേലെ ഈ ടൂൾ ബാറിൽ ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ, കുറച്ചുകൂടി മേലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇത് ന്യൂ ഡോക്യുമെൻറ്റ്. പുതിയ ഡോക്യുമെൻ്റ് എടുക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതുപോലെ പുതിയ പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, പേജ് ഡിലീറ്റ് ചെയ്യാം. അതുപോലെ ഒരു ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ, ഇതിൽ സേവ് ചെയ്തിട്ടുള്ളൊരു ഫയൽ പുതുതായിട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓപ്പൺ ഫയൽ ഇവിടെ ഉണ്ട്. നമുക്ക് നമ്മളുണ്ടാക്കിയ ഫയൽ ഇവിടെ സേവ് ചെയ്യാം. നമുക്ക് പ്രിൻ്റ് എടുക്കാം. പ്രിൻ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ പ്രിൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വരും. അത് വെച്ചിട്ട് നമുക്ക് പ്രിൻ്റ് എടുക്കാം സാധാരണ രീതിയിൽ തന്നെ. അതുപോലെ നമുക്ക് ഈ ഒരു ഫയൽ ഉണ്ടാക്കിയതിന് ശേഷം PDF ആയിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിനുള്ള ഐക്കൺ ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഡിലീറ്റ് ബട്ടണാണ്. അത് ഞാൻ നേരത്തെ കാണിച്ചു തന്നു. ഈ ഡിലീറ്റ് ബട്ടൺ ആദ്യം നമ്മൾ ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഡിലീറ്റ് ബട്ടൺ ആ തരത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ കട്ട് ചെയ്യാം, അതുപോലെ കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. അതിനുള്ള ബട്ടൺസാണിത്. ഇവിടെ ഒരു എന്താ പറയുക, സിസറിൻ്റെ അടിസ്ഥാനത്തിൽ കട്ട് എന്ന് കാണാം. ആ ഒരു മാർക്കിൽ കാണിച്ചിട്ടുണ്ട് ഇതിൽ. അപ്പോൾ അത് കട്ടാണ്. തൊട്ടടുത്ത് കോപ്പിയാണ്, പിന്നെ പേസ്റ്റ്. കട്ട്, കോപ്പി, പേസ്റ്റ് അത് ഈ ഡിലീറ്റ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ഐക്കൺസ് ആണെന്നാണ്. പിന്നെ നമുക്ക് സൂം ഇന്നും സൂം ഔട്ടും ആണിത്. പിന്നെ പേജ് വിഡ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ ഫുൾ പേജ് ആവാം, പേജ് വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം, ഫിറ്റ് ടു ആൾ, ഇങ്ങനെയുള്ള ബട്ടൺസ്. പിന്നെ കൂടാതെ നിങ്ങൾക്ക് ഇവിടെ
ഒരു ടംപ്ലേറ്റ് വിൻഡോ കാണാം. ഇറ്റ് ഈസ് ടംപ്ലേറ്റ് വിൻഡോ. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ടംപ്ലേറ്റ് വരും. ഇതിൽ നമുക്ക് ആൽക്കലോയിഡ്സിൻ്റെ ടംപ്ലേറ്റ്സ് എടുക്കാം, അമിനോ ആസിഡ്സ്, ആറോമാറ്റിക്സ്, ആറോസ്, കാർബോഹൈഡ്രേറ്റ്സ്, ചെയിൻസ്, DNA, ഗ്രാഫിക്കൽ ലാബൽസ്, ലാബ് ആനിമൽസ്, ലാബ് കിറ്റ്, മോണോസൈക്ലിക് ആൽക്കൈൻസ്, എൻ റിങ്സ്, ന്യൂമാൻ പ്രൊജക്ഷൻ, പോളിസൈക്ലിക്, സ്റ്റിറോയിഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓരോ എന്താ പറയുക ടംപ്ലേറ്റുകളുടെയും വിവരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ക്ലിക്ക് ചെയ്തെടുക്കാവുന്നത്. ഇതിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതൊക്കെ ആൽക്കലോയിഡ്സാണ്. അക്വനൈറ്റീൻ, അജ്മലാൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ആൽക്കലോയിഡ്സ് നമുക്ക് വന്നിട്ടുണ്ട്. ഇത് ഇവിടെ ഒരു ബാർ കാണാം. അവിടെ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഏതൊക്കെ തരത്തിലുള്ള ആൽക്കലോയിഡ്സ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് ആൽക്കലോയിഡ്സ് ഇത്തരത്തിലുള്ള ആൽക്കലോയിഡ്സായി. വേറെയും ആൽക്കലോയിഡ്സ് എടുക്കാം. നമ്മളവിടെ ക്ലിക്ക് ചെയ്ത് അടുത്തത് ഇതൊക്കെ ആൽക്കലോയിഡ്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏത് ആൽക്കലോയിഡ്സ് ആണ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേണ്ട ആൽക്കലോയിഡ്സ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ആൽക്കലോയിഡ്സിൻ്റെ സ്ട്രക്ചർ ഈ പേജിൽ വരുന്നതാണ്. അതുപോലെ അമിനോ ആസിഡ്സ് ആണെങ്കിൽ അമിനോ ആസിഡ്സിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഏത് അമിനോ ആസിഡ്, ഉദാഹരണമായിട്ട് അലനീൻ, അമിനോ ബ്യൂട്രിക് ആസിഡ്, അർജിനീൻ, ആസ്പാർജീൻ, അതുപോലെ ആസ്പാർട്ടിക് ആസിഡ്, സിസ്റ്റീൻ, ഗ്ലൂട്ടാമിക് ആസിഡ്, ഗ്ലൂട്ടാമിൻ, ഇങ്ങനെയുള്ള അമിനോ ആസിഡ്സൊക്കെ ഇവിടെ കൊടുത്തായിട്ട് കാണാം. അതുപോലെ ആറോമാറ്റിക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആറോമാറ്റിക് ഫ്യൂസ്ഡ് സിസ്റ്റം ഒരുവിധം കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കാണാം. ബെൻസീൻ, പെൻറ്റാലീൻ, ഇൻഡീൻ, നാഫ്തലീൻ, നസുലിൻ, ബെൻസീൻ തൊട്ട് പോളിസൈക്ലിക് സിസ്റ്റം പോലും മൊത്തം ഒരു നല്ലൊരു ശതമാനം ഇവിടെ കാണിച്ചിട്ടുണ്ട്. പെൻറ്റാലീൻ, ഇൻഡീൻ, നാഫ്തലീൻ, നസുലീൻ, ബൈഫെനിലീൻ, അങ്ങനെ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ കാർബോഹൈഡ്രേറ്റ്സ്, ഇതിൽ തന്നെ ആറോമാറ്റിക് ഫ്യൂസ്ഡ് സിസ്റ്റത്തിൽ നമ്മൾ ഈ ചെറിയ ബാറിൽ വീണ്ടും നമുക്ക് എക്സ്ട്രാ ഇപ്പോൾ ഇത് ആറോമാറ്റിക് ഫ്യൂസ്ഡ് സിസ്റ്റം, സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫ്യൂസ്ഡ് സിസ്റ്റം ആണെങ്കിൽ ഇതാണ് സാച്ചുറേറ്റഡ് ഫ്യൂസ്ഡ് സിസ്റ്റം. ഇതൊക്കെ നേരത്തെ കാണിച്ച ആറോമാറ്റിക് സിസ്റ്റം സാച്ചുറേഷനിലെത്തി കഴിഞ്ഞാൽ, അഥവാ അത് സാച്ചുറേറ്റഡ് ആയാൽ കിട്ടുന്ന പോളിസൈക്ലിക് സിസ്റ്റങ്ങളാണ് ഈ സംഗതികളൊക്കെ. ഇനിയിപ്പോൾ നമുക്ക് ഹെലിസീൻസ് വേണമെങ്കിൽ ഹെലിസീൻസ്, ഇതൊക്കെ ഹെലിസീൻസ്, ഹെക്സാഹെലിസീൻ, സെപ്റ്റാഹെലിസീൻ, അങ്ങനെയുള്ള ഹെലിസീൻ സിസ്റ്റം ഇതിൽ കാണാം. അങ്ങനെ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഈ സൈഡിൽ നിന്ന് ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് നോക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഇപ്പോൾ ചെയിൻസ്, പലതരം ചെയിൻ ഉള്ള മോളിക്യൂൾസ്, ഇതൊക്കെ സാച്ചുറേറ്റഡ് ആണ്. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും തരത്തിൽ അൺസാച്ചുറേറ്റഡ് വേണമെന്നുണ്ടെങ്കിൽ അൺസാച്ചുറേറ്റഡ് സൈക്ലിക്സ് ചെയിൻ സിസ്റ്റംസ് ഇവിടെ നമുക്ക് വേണ്ടുന്നത് എടുക്കാവുന്നതാണ്. അതുപോലെ DNA, RNA കിറ്റ്, ഇതൊക്കെ DNA, RNA അതിലുള്ള ഹെട്രോസൈക്ലിക് സിസ്റ്റംസൊക്കെ കാണാം. അഡിനീൻ, സൈറ്റോസിൻ, ഗ്വാനിൻ, തൈമീൻ, റൈബോസ്, യുറാസിൽ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ലാബ് ആനിമൽസ് നമുക്ക് കെമിസ്ട്രിയിൽ ആവശ്യം വരില്ല. അതുപോലെ ലാബ് കിറ്റ്സ്, നമ്മുടെ അപ്പാരറ്റസുകളുടെ ഇമേജൊക്കെ ഇവിടെ കാണാം. ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാവുന്നുള്ളൂ. ലാബ് കിറ്റ്, ബീക്കർ, ഫ്ലാസ്ക്, 3 നെക്ക് റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്, ഇങ്ങനെ ഒരുവിധം അപ്പാരറ്റസൊക്കെ ഇവിടുന്ന് നമുക്ക് ക്ലിക്ക് ചെയ്ത് ഇപ്പുറം കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ദെൻ മോണോസൈക്ലിക് ആൽക്കൈൻസ്, എത്ര നമ്പർ കാർബൺ ആറ്റം എന്നുള്ളത് ഇതിൽ കാണിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ഇപ്പോൾ 10 നമ്പർ കാർബൺ ആറ്റം അടങ്ങിയൊരു സിസ്റ്റമാണിത്, സൈക്ലിക് സിസ്റ്റം. അങ്ങനെ നമുക്ക് എത്ര നമ്പർ കാർബൺ അതിനനുസരിച്ചിട്ടുള്ള സൈക്ലിക് സിസ്റ്റം ഇവിടെ കാണിച്ചിട്ടുണ്ട്. മോണോസൈക്ലിക് സിസ്റ്റമാണിതൊക്കെ. ദെൻ നൈട്രോജൻ അടങ്ങിയിട്ടുള്ള റിംഗ് സിസ്റ്റം, ഒരു പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കതിൽ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ന്യൂമാൻ പ്രൊജക്ഷൻസ്, ഓരോ മോളിക്യൂൾസിൻ്റെ ന്യൂമാൻ പ്രൊജക്ഷൻ, എക്ലിപ്സ്ഡ്, സ്റ്റാഗേർഡ്, ഈതൈൻ, ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈതൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ പോളിസൈക്ലിക്സ്, സ്റ്റിറോയിഡ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സ്റ്റിറോയിഡ്സ് ഇതിൽ തന്നെ നമുക്ക്
ഇവിടെ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റിറോയിഡ്സ് ഉള്ള ഓരോ പേജുകളാണ്. ഇതൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടുന്നതിനനുസരിച്ച് ഓരോ പേജ് ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ട് അതിലുള്ളത് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ടർപ്പീൻസ് വേണമെങ്കിൽ ഇതൊക്കെ ടർപ്പീൻസ് ആണ്. നമുക്ക് വേണ്ടുന്ന ടർപ്പീൻസ് ഇവിടെ ഈ ബാറിൽ വന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അതാണ് ഈ ടെംപ്ലേറ്റിൻ്റെ ഉപയോഗം. അടുത്തതായിട്ട് നമ്മളൊരു സ്ട്രക്ചർ വരച്ചു കഴിഞ്ഞപ്പോൾ ഉദാഹരണമായിട്ട് ബെൻസീൻ, അതിൽ നൈട്രോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അതിൻ്റെ നോമൻക്ലേച്ചർ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നതാണ് ജനറേറ്റ് നെയിം ഫോർ സ്ട്രക്ചർ എന്ന് കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കോമ്പൗണ്ടിൻ്റെ പേര് നമുക്ക് ലഭിക്കും. ഇനി വേറെ ഏതെങ്കിലും ഒരു മോളിക്യൂള് നമുക്കൊരു ചെയിന് വരച്ചു. ഈ മോളിക്യൂളിൻ്റെ പേര് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതാദ്യം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നോക്കുക ജനറേറ്റ് നെയിം ഫോർ സ്ട്രക്ചർ. ഇവിടെ വന്നു ഇറ്റ് ഈസ് 5-നൈട്രോ-ഡെക്കൈൻ. 5-നൈട്രോ-ഡെക്കൈൻ. ഇങ്ങനെ നമുക്ക് നോമൻക്ലേച്ചറോ ഒരു സ്ട്രക്ചർ വരച്ചിട്ട് അതിൻ്റെ നെയിമും നമുക്ക് ഇവിടുന്ന് ജനറേറ്റ് നെയിം ഫോർ സ്ട്രക്ചർ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മോളിക്യൂളുടെയും സ്ട്രക്ചറും നമുക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള ഐക്കൺസ് ഇതിൽ കാര്യമായിട്ട് ഇല്ല. R&S നോമൻക്ലേച്ചർ നമുക്ക് ഉണ്ടാക്കുന്നതാണ്. ഈ തിക്ക് വെഡ്ജും അതുപോലെ ഹാഷ്ഡ് വെഡ്ജൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് R&S നോമൻക്ലേച്ചർ ഒരു സ്ട്രക്ചർ വരച്ചതിന് ശേഷം നോക്കാവുന്നതാണ്. ഇനി അടുത്ത ടോപ്പിൽ വരുമ്പോൾ സാധാരണ പോലെ ഇവിടെ ഫയൽസ് എന്ന് പറഞ്ഞ ഒരു ഐക്കൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ഫയൽ, പിന്നെ ഫയൽ ഓപ്പൺ ചെയ്യാം, ക്ലോസ് ചെയ്യാം, സേവ് ആസ്, സേവ് ഓൾ. ഇത് സാധാരണ പോലെ എക്സ്പോർട്ട് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ക്ലിക്ക് ചെയ്യാം. ദെൻ എഡിറ്റ് ബട്ടൺ കാണാം. അതിൽ നമുക്ക് അൺഡു, നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് അത് അൺഡു ചെയ്യണമെങ്കിൽ അൺഡു ക്ലിക്ക് ചെയ്യാം, റീഡു ക്ലിക്ക് ചെയ്യാം, കട്ട് ചെയ്യാം, കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം, എല്ലാം ഡിലീറ്റ് ചെയ്യാം, ഡിലീറ്റ് ഓൾ, സെലക്ട് ഓൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇൻസേർട്ട് ആൻ ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. അങ്ങനെയുള്ള ഇതുപോലെ പേജ്, പുതിയ പേജ് എടുക്കാം, ഇപ്പോൾ പുതിയ പേജ് ഇൻസേർട്ട് ചെയ്യാം, പേജ് ഡിലീറ്റ് ചെയ്യാം, പേര് റീനെയിം ചെയ്യാം, കളർ കൊടുക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പേജസിലുള്ളത്. പിന്നെ ടൂൾസ് ഉണ്ട്, സ്ട്രക്ചറൽ പ്രോപ്പർട്ടീസ്, ക്ലീൻ സ്ട്രക്ചർ, ഇതൊക്കെ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ ടൂൾ ബാറിൽ കാണിക്കുന്നത്. ദെൻ ടെംപ്ലേറ്റ്, അതുപോലെ ഓപ്ഷൻസ്, പ്രിഫറൻസ്, ഷോ ഗ്രിഡ്, ഏത് തരത്തിലാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ ഓപ്ഷൻസ് ഇതിൽ നിന്ന് നോക്കിയെടുക്കാം. പിന്നെ ഡോക്യുമെൻറ്റ്സ്, ദെൻ ആഡ് ഓൺസ് നമുക്ക് കിട്ടില്ല, ഈ ഫ്രീ വേർഷനിൽ ആഡ് ഓൺസ് കാര്യമായിട്ട് കിട്ടില്ല. പിന്നെ ACD ലാബിനെ കുറിച്ചുള്ള ഈ വിവരണങ്ങളാണ്. അത് ഇതെല്ലാം സാധാരണ പെയ്ഡ് വേർഷനിൽ വരുന്നതാണ്. ദെൻ ഹെൽപ്പ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കാര്യമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കെമിസ്ട്രിയിൽ വേണ്ടി വരുന്ന മോളിക്കുലർ സ്ട്രക്ചർ, അതിൻ്റെ നെയിം, അതുപോലെ ഇക്വേഷൻസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്നും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉപയോഗം. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർ കെംസ്കെച്ച് ACD ലാബ്സിൻ്റെ സൈറ്റിൽ ചെന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. ഞാൻ ഈ പറഞ്ഞ വിവരണങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്കത് ഉപയോഗിച്ച് തുടങ്ങാം. വളരെ ഈസി ആയിട്ട് നമുക്ക് സ്ട്രക്ചറും ഇക്വേഷൻസും ഒക്കെ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇതിൽ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ പവർ പോയിൻ്റ് സ്ലൈഡുകളിൽ പേസ്റ്റ് ചെയ്യാം, അതുപോലെ വേർഡ് ഡോക്യുമെൻറ്റിൽ പേസ്റ്റ് ചെയ്യാം. ഇങ്ങനെ കുറേ ഉപകാരങ്ങൾ നമുക്കിതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ വെച്ച് ഈ വീഡിയോ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.